കൊണ്ടോട്ടി കോട്ടുങ്കര PPM ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസമായി നടക്കുന്ന റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്സ്പോ വിദ്യാർത്ഥികൾക്ക് കൌതുകമാകുന്നു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ 25ലധികം റോബോട്ടിക് പ്രൊജക്ടുകളും റോബോട്ടിക് ഗെയിമുകളും എക്സ്പോയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് ഓറിയന്റേഷൻ ക്ലാസുകളും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫിൻലാൻഡ് ടാലന്റ് ബൂസ്റ്റ് പദ്ധതിയിലേക്ക് ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരേയൊരു സ്റ്റാർട്ടപ്പ് ആയതിന്റെ പേരിൽ കേന്ദ്ര ധനകാര്യമന്ത്രി അടക്കമുള്ളവർ പ്രശംസിച്ച ഇന്റർവെൽ ലേണിംഗും PPMHSS കോട്ടുകര സ്കൂളും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകം ടെക്നോളജിയിൽ കുതിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാറ്റങ്ങൾ വേണമെന്ന് തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥികളുടെ കഴിവുകളെ വികസിപ്പിക്കുകയും അവരുടെ ഭാവി സുരക്ഷിതമാക്കുകയും ചെയ്യുന്നതിനാണ് ഇന്റർവെൽ സ്കൂൾ സ്കിൽ ലാബ് എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി ഇങ്ങനെയൊരു എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഇന്റർവെല്ലിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. ഈ 6 വർഷത്തിനിടയ്ക്ക് ഏകദേശം 35,000-ലധികം കുട്ടികൾക്ക് ഏകദേശം 38 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സേവനങ്ങൾ കൊടുക്കാനായിട്ട് ഇന്റർവെല്ലിന് സാധിച്ചു. അപ്പോൾ കുട്ടികളിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ആണ്. കാര്യം ഓരോ കുട്ടിയും വെളിയിലേക്ക് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, റോബോട്ടിക്സ്, AI പറ്റിയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഷോപ്പിംഗ് കാർട്ട് റോബോട്ട്, ലൈറ്റ് ഫ്ലോർ റോബോട്ട്, സ്മാർട്ട് ബോർഡ്, ഹാൻഡ് ഗസ്റ്റർ റോബോട്ട്, മിക്കി റോബോട്ട്, മാഗ്നറ്റിക് റോബോട്ട്, സ്പൈഡർ റോബോട്ട് തുടങ്ങിയ 50ലധികം റോബോട്ടിക് ആശയങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇന്റർവെൽ ലേണിംഗുമായി ചേർന്ന് നടത്തുന്ന മേളയിൽ 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. News 18 മലപ്പുറം.